Good morning. എല്ലാവരും ഇല്ലേ? സാധാരണ നമ്മളൊക്കെ ആയിരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലെ? ട്യൂഷൻ എന്ന് പറഞ്ഞ് കയറാതിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യും. പഠിച്ചോ നിങ്ങൾ? ജസ്റ്റ് ഒന്ന് വായിച്ചായിരുന്നോ? ചാപ്റ്റർ 1, ചാപ്റ്റർ 3, പിന്നെ 8ാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് സെക്ഷനുകൾ വായിച്ചു. കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, നിങ്ങൾ എഴുതിയെടുക്കണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടാൽ മതി. ഇത് 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഒന്ന് നോക്കി പോകാം. നമുക്ക് അത് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നോക്കാം. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ, കോൺസെപ്റ്റ് ജസ്റ്റ് നമ്മുടെ അതിനകത്ത് ക്വാളിറ്റി ഓഫ് സർവീസ്, പിന്നെ ഡെവലപ്മെന്റ്, ഹിസ്റ്ററി ഇതൊക്കെ നമ്മൾ കുറച്ച് പഠിച്ചതാണ്. ഹെൽത്ത് സെനാരിയോ, പിന്നെ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റലുകൾ. ആ ഓരോ ക്ലാസിഫിക്കേഷനും നിങ്ങൾ നോക്കണം. ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്, സൈസ് ഓഫ് നമ്പർ ഓഫ് ബെഡ്സ്, അതിനനുസരിച്ചൊക്കെ പിന്നെ അതിന്റെ ഡീറ്റെയിലുകളും കൂടിയാണ് നമ്മുടെ ആ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്ത് ചെയ്യുമ്പോൾ പിന്നെ ആയുഷ്, ലാസ്റ്റ് ആയുഷ് ഹോസ്പിറ്റൽസ്. ഇത്രയാണ് ആ 1ാമത്തെ ചാപ്റ്ററിൽ വന്നേ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മോക്ക് ടെസ്റ്റുകളിലെ ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് വേണ്ടല്ലോ, നിങ്ങൾ അത് ചെയ്തില്ലായിരുന്നോ? അത് നോക്കണം. അത് നിങ്ങൾക്ക് ഉണ്ട് അല്ലെ? നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. Hospital is technically termed in the dash. How is the hospital technically termed? How is the hospital technically termed? Hospital എന്ന് പറഞ്ഞ എന്താ നമ്മൾ പറഞ്ഞേ? ഹോസ്പിറ്റൽ ഒരു ഡെഫിനിഷൻ അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താ? How is hospital technically termed? ഓപ്ഷൻ വേണം. Okay, a business enterprise, an institution curing various illness, then a place of rest, a community center. Okay, very good. ഏതാണ്? an institution curing various illness. നമ്മൾ പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ is an institution curing various illness. പല രോഗങ്ങളെ കെയർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. എഴുതണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. Practically, a hospital can be termed as what kind of industry? ഏത് ടൈപ്പ് ഇൻഡസ്ട്രി ആണ് പറഞ്ഞേ? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് a manufacturing industry, a technology industry, a service industry. C ആണ് കേട്ടോ. an entertainment industry. ഏതാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ? ഒരു സർവീസ് ആണ്, ഒരു സർവീസ് വ്യവസായമാണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ സർവീസ് ആണ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? a service industry. Then next നോക്കിയേ, a service is defined as an act or performance offered by one party to another that is basically what? Basically എന്താണ് പറഞ്ഞ? സർവീസ് എന്ന് പറഞ്ഞത് tangible, ഓപ്ഷൻ ബി എക്സ്പെൻസീവ്, ഓപ്ഷൻ സി ഇൻവിസിബിൾ, ഓപ്ഷൻ ഡി സിമ്പിൾ. വെരി ഗുഡ്. എങ്ങനെയാ ഇതല്ലേ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, ഇൻവിസിബിൾ ആണ്. പഠിച്ചതാണ് നമ്മൾ. സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവിസിബിൾ. Who are the recipient or beneficiaries of the service provided by the hospital? ആരാണ് അവിടെ? ഓപ്ഷൻസ് വായിക്കാണ്ട. റെസിപ്പിയന്റ് ഓർ ബെനിഫിഷ്യറീസ് ആരാണ്? റിസീവ് ചെയ്യുന്നവരാരാണ്? ദ ഡോക്ടർ, ഓപ്ഷൻ ബി ദ പേഷ്യന്റ്, ഓപ്ഷൻ സി ദ ഗവൺമെന്റ്, ദെൻ ഓപ്ഷൻ ഡി ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ആരാണ് റെസിപ്പിയന്റ്? ആരാണ്? പേഷ്യന്റ് ആണ്. പേഷ്യന്റ്. നെക്സ്റ്റ് നോക്കിയേ, caring for a person with a smile is considered to be what? എന്താ പറഞ്ഞേക്കുന്നത്? caring for a person with a smile. ഒരു സ്മൈലോട് കൂടി നമ്മൾ ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യുന്നത് എന്താണ് കൺസിഡർ ചെയ്യുന്നത്? a required task, ഓപ്ഷൻ ബി a good service, ഓപ്ഷൻ സി an unnecessary gesture, a valuable item. എന്താണ് പറഞ്ഞേക്കണേ? a good service, right?
നല്ലൊരു സർവീസ് എന്ന് പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞ എ പേഴ്സൺ വിത്ത് എ സ്മൈൽ. ഒരു സ്മൈലോട് കൂടി പേഷ്യന്റിനെ ഒരു പേഴ്സണെ കൺസിഡർ ചെയ്യുക, അത് എന്താണ്? എ ഗുഡ് സർവീസ്, നല്ല സർവീസ് ആണ്. Okay, which of the following is listed as a quality of service? Which of the following is listed as a quality of service? It should be mandatory. It should be spontaneous without expecting anything. Spontaneous without expecting anything. It should be transactional. It should be complicated. എന്താ നമ്മൾ പറഞ്ഞത്? Quality service should be എന്താണ് പറഞ്ഞിരിക്കുന്നത്? Spontaneous ആണ്. Without expecting anything. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ളതാണ് ക്വാളിറ്റി സർവീസ്. ആ പോയിന്റ്സിൽ നമ്മൾ പറയില്ലേ? കണ്ടോ, ഒന്നാമത്തെ പോയിന്റ് അത്. സർവീസ് ടു ബി സ്പോണ്ടേനിയസ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഉള്ളതാണ്, സ്പോണ്ടേനിയസ് ആയിട്ടുള്ളതാണ് സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the modern system of medicine was first introduced to India in which century? In the century, the modern system of medicine was first introduced in India in which century? 15th century, 16th century, 17th century, 18th century. India 17th. Okay, very good. Option C ആണ്. 17th century ലാണ്. Who is described as Hindu god of medicine? ആരാണ് ഹിന്ദു ഗോഡ് ആയിട്ട് പറഞ്ഞേക്കുന്നത് മെഡിസിന്റെ? ചരക, സിശ്രുത, അശോക, ധന്വന്തിരി. ഹിന്ദു ഗോഡ് ഓപ്ഷൻ ഡി ധന്വന്തിരിയാണ്. നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസില് ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ധന്വന്തിരി. കണ്ടില്ലേ? ഡിസ്ക്രിപ്ഷൻ ഓഫ് ധന്വന്തിരി, ദ ഹിന്ദു ഗോഡ് ഓഫ് മെഡിസിൻ. ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഒരു മിനിറ്റായിട്ട് വരുവാണ്. ഇനി, which of the four Vedas is considered to have progressed into Ayurveda? ഏത് വേദാണ് കൺസിഡർ ചെയ്തേക്കണേ? ഋഗ്വേദ, ഓപ്ഷൻ എയില് ഋഗ്വേദ, ഓപ്ഷൻ ബിയില് സാമവേദ, ഓപ്ഷൻ സിയില് യജുർവേദ, ഓപ്ഷൻ ഡിയില് അഥർവവേദ. ഏതാ ആയുർവേദ ആയിട്ട് പറഞ്ഞേക്കുന്ന? ഏതാ? ഓപ്ഷൻ ഡി അല്ലേ, അഥർവവേദ. Next, who is known as the father of Indian surgery? Charaka, Dhanvantari, Sisruta, Ashoka. ആരാണ് ഫാദർ ഓഫ് സർജറി? ഓപ്ഷൻ എ ഒന്ന് ശ്രദ്ധിച്ചേ. Who is known as the father of surgery? ഇന്ത്യൻ സർജറിയുടെ ഫാദർ ആരാണ്? ഓക്കെ, ചരക. ഓപ്ഷൻ എയില് ചരക, ഓപ്ഷൻ ബിയില് ധന്വന്തരി, ഓപ്ഷൻ സിയില് സിശ്രുത, ഓപ്ഷൻ ഡിയില് അശോക. സിശ്രുത സർജറി ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്. നമ്മള് എച്ച് തന്നെ തുടങ്ങി നമ്മൾ പറഞ്ഞു വെക്കുന്നതാണ്. എസ് എന്ന് പറയാ, സർജറിയുടെ എസ്, സിശ്രുതന്റെ എസ്. ഒരിക്കലും മാറിപ്പോരുത്. ഏത് ഓർക്കത്തിന് ചോദിച്ചാലും പറഞ്ഞോളാം. സർജറിയുടെ ആദ്യത്തെ ലെറ്റർ എസ്, ശിശ്രുതിന്റെയും ആദ്യത്തെ ലെറ്റർ എസ് തന്നെ. ഫാദർ ഓഫ് സർജറി ശിശ്രുത, എസ് വെച്ച് തന്നെയാണ്. Who built the most outstanding hospital in ancient India? Who built the most outstanding hospital in India? ആരാണ്? കിങ് അശോക, ചരക, ശിശ്രുത, ധന്വന്തരി. മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഹോസ്പിറ്റൽ ആരാണ്? ഓക്കെ, കിങ് അശോക. ഓപ്ഷൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ. The Trikavasha theory of disease from Ayurveda define the three biological elements. ത്രിദോഷയില് 3 ബയോളജിക്കൽ എലിമെന്റ്സ് ആ പറയുന്നത്. വാത, പിത്ത ആൻഡ് വാട്ട്. അടുത്തേതാ? നെക്സ്റ്റ് ഏതാ? വാത, പിത്ത, ഇനി ഡാഷ് ആയിട്ടേക്കണം അവിടെ. ഏതാ? വാത, പിത്ത, കഫ. ഓക്കെ, വെരി ഗുഡ്. കഫ. Where did the British opened the first modern hospital for soldiers in 1664?
Where? എവിടെയാണ്? The British opened the first modern hospital for soldiers in 1664. Calcutta. Option B Mumbai. Option C Delhi. Option D Chennai. ഏതാണ്? Chennai. Option D. The first medical college in India was introduced in which city in 1835? 1835 ഏത് സിറ്റിയിലായിരുന്നു ഫസ്റ്റ് മെഡിക്കൽ കോളേജ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി കൽക്കട്ട, ഓപ്ഷൻ ഡി ഡൽഹി. ഇവിടെയായിരുന്നു കൽക്കട്ട. അത് പഠിച്ചതാണ് നമ്മൾ അല്ലെ. The doctor to population ratio in India mentioned. നമ്മൾ പഠിച്ചേല് doctor population ratio. Doctor to population 1:1000, 1:15,000, 1:2148, 1:3000. Option C. Okay. 1:2148. Very good. പഠിച്ചിട്ടുണ്ടല്ലേ? പഠിച്ചില്ലേ? പഠിച്ചു. എനിക്ക് മനസ്സിലായി. നിങ്ങൾ കുറച്ച് ആൾക്കാർ പെട്ടെന്ന് മെസ്സേജ് ചെയ്ത് തന്നെ കണ്ടോ. അപ്പൊ ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് കുറേ ഓപ്ഷൻസ് ഞാനത് കണ്ടുപിടിച്ച് എഴുതി വെച്ചതാണ്. ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ ഇൻ ഇന്ത്യ 1:2148. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. Okay, next. Hospitals are classified into general hospital and special hospital on the basis of what? എന്തിന്റെ ബേസിലാണ് ആ ക്ലാസിഫിക്കേഷൻ വന്നേക്കണേ? ജനറൽ ഹോസ്പിറ്റലും സ്പെഷ്യൽ ഹോസ്പിറ്റലും. ഓപ്ഷൻ എ വായിക്കാം കേട്ടോ. ഓണർഷിപ്പിന്റെ ബേസില്. ഓപ്ഷൻ ബിയില് സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സിന്റെ ബേസില്. ഓപ്ഷൻ സിയില് സർവീസ് പ്രൊവൈഡഡ് അതിന്റെ ബേസില്. ഓപ്ഷൻ ഡിയില് ഡ്യൂറേഷൻ ഓഫ് ദി സ്റ്റേ. ഇതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇതാ സർവീസ് പ്രൊവൈഡഡ്. On the basis of service provided, hospital can be classified into two, general hospital and special hospital. ഇതാണ് സർവീസിനെ ബേസ് ചെയ്ത് ജനറൽ ഹോസ്പിറ്റലുകളും സ്പെഷ്യൽ ഹോസ്പിറ്റലുകളും. An eye hospital is an example of what type of hospital? Eye hospital ഏത് ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ എയില് ജനറൽ ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബിയില് റീജിയണൽ ഹോസ്പിറ്റൽ, ഓപ്ഷൻ സിയില് സ്പെഷ്യൽ ഹോസ്പിറ്റൽ, ഓപ്ഷൻ ഡിയില് റൂറൽ ഹോസ്പിറ്റൽ. ഏതാ? ഓക്കെ, ഏത് ഹോസ്പിറ്റലാണ്? നമ്മുടെ ഐ ഹോസ്പിറ്റൽ സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്. ആ ഒരു സ്പെസിഫിക് ആയിട്ട് ഐയുടെ മാത്രമുള്ള അവിടെ ഐ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആണ്. ഹോസ്പിറ്റൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. അടുത്ത് നോക്കിയേ. Hospitals are classified into regional, district and rural on the basis of what? എന്തിന്റെ ബേസിലാ? Regional, district, rural hospital. Ownership, system of medicine, duration of stay, size or number of beds. Very good. ഏതാണ്? സൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബെഡ്സിന്റെ ബേസിലാണ് നമ്മൾ റീജിയണൽ, ഡിസ്ട്രിക്ട്, റൂറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, regional or teaching hospital typically has how many beds? Regional or teaching hospital typically has how many beds? എത്ര ബെഡാ? 20 to 100 bed, 100 to 500 bed, more than 500 beds, less than 20 beds. ഓക്കെ, ഓപ്ഷൻ സി ആണല്ലേ. നമ്പർ ഓഫ് ബെഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, റൂറൽ ഹോസ്പിറ്റൽ, റീജിയണൽ ഹോസ്പിറ്റലൊക്കെ കിടക്കേണ്ടത് കണ്ടോ. ഹോസ്പിറ്റൽ ഹാവ് മോർ ദാൻ 500 ബെഡ്സ്. ഏതാണ്? റീജിയണൽ ഓർ ടീച്ചിങ് ഹോസ്പിറ്റൽ.
അതിപ്പോ ബാക്കിത്തേക്ക് വായിക്കാൻ പറയണ്ടല്ലോ. അതിന്റെ ഓരോന്നും നോക്കിയോളൂ കേട്ടോ. 100 to 500 ആണെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, 20 to 100 ബെഡ്സ് വരെയാണെങ്കിൽ റൂറൽ ഹോസ്പിറ്റൽ എന്നൊന്നും നോക്കാം. ഇവിടെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ typical bed capacity of a rural hospital? Bed capacity ചോദിച്ചേക്കണ്ട, rural hospitalന്റെ bed capacity. What is the typical bed capacity of a rural hospital? More than 500, 100 to 500, 20 to 100, less than 20. So നമ്മൾ പറഞ്ഞല്ലേ 20 to 100. Okay. Third question, okay. Hospital is classified as a long duration hospital if the patient stay for how long? Etra samayam avira hospital stay cheyadam. Long duration hospital, less than 30 days, more than 30 days, exactly 30 days, more than 60 days. There are more than 30 days. Okay, very good. More than 30 days, 30 ദിവസത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്യുന്ന അത് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ. Then what does the A in Ayush stands for? A ആയുഷിലെ ഓരോ ആക്രണിയും ഓരോ ഇതും ഏതിനെ സൂചിപ്പിക്കുന്നു? അതിൽ A ആ ചോദിച്ചേക്കണേ. അലോപ്പതി, ആയുർവേദ, അക്യൂപഞ്ചർ, അനാട്ടമി. ആയുർവേദ. What does A in ആയുഷ്? അപ്പൊ നിങ്ങൾ അത് ബാക്കിന്റെയും കൂടി നോക്കിയോളൂ കേട്ടോ. ഏതൊക്കെയാണ് ഓരോ ലെറ്റേഴ്സ്? അപ്പൊ I ചോദിച്ചിട്ടുണ്ട്, U ചോദിച്ചിട്ടുണ്ട്. Okay, S. What does the S in Ayurveda stands for? S ഏതാ? സർജറി, സിദ്ധ, സ്പെഷ്യൽ, സയന്റിഫിക്. ഇതാണ് S. സിദ്ധ. ഓപ്ഷൻ ബി സിദ്ധ. H ചോദിച്ചിട്ടുണ്ട്, ഹെൽത്ത്. ഓപ്ഷൻ ആയിട്ടാ പറയുന്നേ. ആയുഷിലെ H എന്തിനെ സൂചിപ്പിക്കുന്നു? ഹെൽത്ത്, ഹോസ്പിറ്റൽ, ഹോമിയോപ്പതി, ഹോളിസ്റ്റിക്. ഹോമിയോപ്പതി. H എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹോമിയോപ്പതി. Okay. Okay. Who is responsible for taking care of doctors, nurses, patients, and all stakeholders in hospital? Who is responsible? Speed കൂടുന്നുണ്ടോ? അറിയാവുന്നതാണ് ആയതുകൊണ്ടാട്ടോ വേഗം വായിച്ചു വിടുന്നത്. Who is responsible for taking care of doctors, nurses, patients, and all stakeholders in a hospital? The head nurse. ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണോ? The head nurse, the chief surgeon. Option C യിൽ കിടക്കുന്നു the hospital administration. Option D യിൽ കിടക്കുന്നു the government. Okay. Hospital administrationന്റെ ഉത്തരവാദിത്തമാണ്. The next question again. The Charaka Samhita is a famous treatise on what? ഇതിന്റെ ആണെന്ന് ചോദിച്ചേക്കുന്നത് സർജറിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ എയില് സർജറി, ഓപ്ഷൻ ബിയില് മെഡിസിൻ, ഓപ്ഷൻ സിയില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഓപ്ഷൻ ഡിയില് യോഗ. ഏതിനാ? മെഡിസിൻ അല്ലേ? മെഡിസിൻ. ചരക സംഹിത. ഇനി അടുത്തത് Calicut Medical College. Calicut Medical College is given as an example of which type of hospital? ഏത് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഓപ്ഷൻ എയില് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബിയില് റൂറൽ ഹോസ്പിറ്റൽ,
ഓപ്ഷൻ സി പബ്ലിക് ഹോസ്പിറ്റൽ, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഓക്കെ, ഓപ്ഷൻ സി ആണ് അല്ലെ, പബ്ലിക് ഹോസ്പിറ്റലിലാണ്. നിങ്ങൾ ആ ക്ലാസിഫിക്കേഷൻ അതിന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. പബ്ലിക് ഹോസ്പിറ്റൽ ആണ് ഇവിടെ കിടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത്, പബ്ലിക് ഹോസ്പിറ്റലിൽ ഉണ്ട്. ഇതിന് വരുന്ന ചോദിച്ചേക്കുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ? അപ്പോളോ ഹോസ്പിറ്റൽ പബ്ലിക് ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഓപ്ഷൻ സി എൻജിഒ ഹോസ്പിറ്റൽ, ഓപ്ഷൻ ഡി പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അപ്പോളോ ഹോസ്പിറ്റൽ തൊട്ട് താഴെയുണ്ട്. ഏതാണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഓപ്ഷൻ ഡി ആണ്. The hospitals that follow the Ministry of Ayush are the examples of what type of hospital? Hospitals that follow the Ministry of Ayush are the examples of what type of hospital? Allopathic hospitals, option B general hospitals, option C Ayush hospital, option D private hospital. ഇതാണ് ആയുഷ്. മിനിസ്ട്രി ഓഫ് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ ഇതാണ് ആയുഷ് ഹോസ്പിറ്റലുകൾ അല്ലെ, ആയുഷ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. A rural hospital provide what kind of care? A rural hospital provides what kind of care? Okay, rural hospital provide what kind of care? Only specialized care like the neurosurgery, only medical and surgical care, all type of specialties and subspecialties, only long-term care for chronic illness. Only medical and surgical care. Okay, medical and surgical care. Next, in a hospital, Ahalya Ayurveda Hospital is an example of what kind of hospital? Ahalya Ayurveda Hospital, Allopathic Hospital, Ayush Hospital, General Hospital, Cooperative Hospital. Ahalya Ayurveda Hospital ഏതാണ്? ആയുഷ് ഹോസ്പിറ്റൽ കേട്ടോ. അതിനകത്തുണ്ടല്ലോ അഹല്യ ആയുർവേദ ഹോസ്പിറ്റൽ, ആയുഷ് ഹോസ്പിറ്റൽസ്. ഇവിടെ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. നോക്കിയേ. A hospital that only treat cardiac disease. Only treat cardiac disease. No, hospital that only treats cardiac disease is an example of what? General hospital ആണോ, district hospital ആണോ, special hospital ആണോ, public hospital ആണോ? Special അല്ലേ, കാർഡിയാക്. അതാണ് തിരിച്ചുണ്ടാവും. only cardiac disease മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. അത് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. ഐഡിയ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ ഹോസ്പിറ്റലിലുള്ളൂ. അതാണ് സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ. നെക്സ്റ്റ്, ആദ്യത്തെ ഒരു ഇതിനാണ്. The concept of galaxy of services refers to what aspects of the hospital? Galaxy of services എന്നുള്ളത് കൊണ്ട് എന്താ റെഫർ ചെയ്യുന്നത്?
Its physical size ആണ്. ഒന്നാമത്തെ its physical size. രണ്ടാമത്തെ നോക്കിയേ, the wide range of service is offers. Wide range of service. അടുത്തത് ഓപ്ഷൻ സിയില് its use of advanced technology. ഓപ്ഷൻ ഡിയില് none of the above. എന്താ പറഞ്ഞിരിക്കുന്നത്, ഗാലക്സി എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, ഒരു കൂട്ടാണ്. അതായത് വൈഡ് റേഞ്ച് ഓഫ് സർവീസ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ്. മെസ്സേജ് ചെയ്തേണ്ട എല്ലാവരും. വൈഡ് റേഞ്ച് ഓഫ് സർവീസ്, അതാണ് ഗാലക്സി ഓഫ് സർവീസ്. ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസ്, ഒരു കൂട്ടം സർവീസുകള്. ഞാൻ ബെഡ്സിന്റെ തന്നെയാണ് നമ്മുടെ 600 ബെഡ്സ് അറ്റാച്ച്ഡ് മെറ്റീരിയൽ. പിന്നെ അതുപോലെ ഞാൻ ഓരോ എക്സാമ്പിളുകൾ എടുത്ത് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. The first modern hospital in India was established for whom? The first modern hospital in India was established for whom? The civil population, the soldiers, option C, European missionaries, option D, the British royal family. First modern hospital, soldiers. Soldiers. Option B. A simple question again. The acronym AYUSH, AYUSH, represent how many Indian system of medicine? എത്ര സിസ്റ്റത്തെ പറയുന്നത് acronym AYUSH? എത്ര സിസ്റ്റത്തെ ആണ് പറയുന്നത്? 6 അല്ലേ? ആയുഷ്, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നേച്ചുറോപ്പതി. 6 അല്ലേ ചോദിച്ചിട്ടുണ്ട്. How many Indian system of medicine? ഇവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് 4, 7, 6, 10. 6. ആ ഒരു ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഓൾമോസ്റ്റ് ഒരുവിധമൊക്കെ നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ അധികം അത് ആയുഷിന്റെ അതെല്ലാരും നോക്കണം. ആയുഷിനുള്ള അതിനൊക്കെ ഓരോ ലെറ്റേഴ്സ് എന്ത് ചെയ്യാൻ സൂചിപ്പിക്കുന്നതിനുള്ളത് നോക്കുക. പിന്നെ ഓരോ ഹോസ്പിറ്റലുകള്, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ അതിനകത്ത് NGO എന്തായിരുന്നു? NGO എക്സ്പാൻഡഡ് ഫോം ആയിട്ട് NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. NGO. പിന്നെ അടുത്ത ഹോസ്പിറ്റലുകൾ ഇത്രയൊക്കെയുള്ള ആ ഒരു ചാപ്റ്റർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ കേട്ടോ. മൂന്നാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് മെഡിസിൻ. സിസ്റ്റം ഓഫ് മെഡിസിൻ അവിടെ ഇപ്പൊ നമ്മൾ കുറെയൊക്കെ പറഞ്ഞതാണ്. അത്രയും പെട്ടെന്നൊന്ന് മറിച്ച് നോക്കിയേ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞെന്നുള്ളത്. അലോപ്പതിക് സിസ്റ്റം പറഞ്ഞു, ആയുർവേദം പറഞ്ഞു, യോഗ, നേച്ചുറോപ്പതി, യുനാനി, സിദ്ധ മെഡിസിൻ, ഹോമിയോപ്പതി, ഇത്രയും കാര്യങ്ങളാണ്. ആയുഷിന്റെ എല്ലാ കാര്യങ്ങളാണ് കേട്ടോ. പെട്ടെന്ന് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ചോദിക്കാം. പെട്ടെന്ന് മറിച്ചു.
2 minute. System of medicine. നോക്കിയാ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയാ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. What is the another term for allopathic medicine? What is the another term for allopathic medicine? Traditional medicine, alternative medicine, conventional or modern Western medicine, Eastern medicine. Option C. എവിടെ കിടക്കുന്നുണ്ട്? നേരെ കിടക്കുന്നുണ്ട് അവിടെ. Another term or conventional, modern or Western medicine. ഫസ്റ്റ് തന്നെ കിടക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇത്രയും കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ? 12 പേരോ? അതെ അല്ലെ? ഡിവിഷനാന്ന് പറഞ്ഞിട്ടാണ് കയറാത്തെ. ഡിവിഷനിൽ കയറിയ കുട്ടികൾക്ക് എന്താ കേറിയത് നന്നായി തോന്നുന്നുണ്ടോ? കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാൻ പറ്റിയില്ലേ? വീട്ടിലിരുന്നാൽ നിങ്ങൾ നോക്കുമായിരുന്നോ? ഇല്ല അല്ലെ? വീട്ടിൽ ഈ സമയം നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പണികളൊക്കെ ആയിട്ട് നിങ്ങൾ അങ്ങനെ നടക്കും. അത് നിങ്ങൾക്ക് ഞാൻ അന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. കഴിഞ്ഞ ബാച്ചിൽ നമുക്ക് ഇങ്ങനെ റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. ആ കറക്റ്റ് സമയത്തേക്ക് പെട്ടെന്ന് ക്ലാസ് തീർത്ത് പിന്നെ സ്റ്റഡി ബുക്ക് കൊടുത്ത് എക്സാം അങ്ങനെയായിരുന്നു കഴിഞ്ഞ ബാച്ചിൽ വന്നത്. നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ ഓക്കെ അല്ലായിരുന്നോ? അപ്പൊ നമുക്ക് വായിക്കുമ്പോ ഒരുവിധമൊക്കെ ചെയ്യാൻ പറ്റുള്ളേ. ഓക്കെ, നമുക്ക് ഇനി ഇപ്പൊ എന്നവരെ ക്ലാസ് ഉള്ളതെന്ന് വെച്ചാൽ അതുവരേക്കും നമുക്ക് റിവിഷൻ തന്നെ ചെയ്യേണ്ടത് കുറച്ച് ക്വസ്റ്റ്യൻസുകളെ. ഇന്നിപ്പോ നമ്മൾ 3 ചാപ്റ്ററിന് നമുക്ക് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് 6th മൊഡ്യൂളിലെ 2 ചാപ്റ്റർ, 7th പിന്നെ നിങ്ങളിപ്പോ ലാസ്റ്റ് പഠിച്ചാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. The allopathic system of medicine is described as being dash. Faith-based, evidence-based, philosophy-based, option D tradition-based. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? അലോപ്പതി സിസ്റ്റം എങ്ങനെയാ? എവിഡൻസിന് ബേസ് ചെയ്തിട്ടാണ്, തെളിവുകളാണ്. എവിഡൻസ് ബേസ്ഡ്. ഓക്കെ, വെരി ഗുഡ്. What type of medication? What type of medication are used in the allopathic system? ഏത് ടൈപ്പ് മെഡിക്കേഷൻ ആണ് അലോപ്പതിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്? ഹെർബൽ റെമഡീസ്, കൺവെൻഷണൽ മെഡിക്കേഷൻ, ഹോമിയോപ്പതിക് ഡൈല്യൂഷൻ. ഓപ്ഷൻ സി നൺ ഓഫ് ദ എബവ്. ഏതാ? ബി ആണ്, കൺവെൻഷണൽ മെഡിക്കേഷൻ. Ayurveda is described as what type of medicine system? Ayurveda ആയിട്ട് ചോദിച്ചേക്കണേ. Conventional medicine, alternative medicine, modern medicine, Western medicine. അവിടെ കിടക്കേണ്ടത് it is an alternative medicine. ഫസ്റ്റ് തന്നെ തൊടുന്നത് അത് തന്നെയാണ് നമ്മൾ ആയുർവേദ. കണ്ടോ, ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ് പറഞ്ഞത്. How is the theory and the practice of Ayurveda described? Theory and the practice of Ayurveda. Scientifically proven,
evidence-based, pseudo-scientific, a modern discovery. എന്താ പറഞ്ഞ നമ്മള് തിയറി ആൻഡ് പ്രാക്ടീസ് എങ്ങനെയാ? സ്യൂഡോ അല്ലെ, കൊള്ളയായതാണ്. സ്യൂഡോ സയന്റിഫിക്. The theory and the practice of Ayurveda is pseudo-scientific. Pseudo-scientific. Next. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, നേച്ചുറോപ്പതി എന്നാണ് കേട്ടോ. നേച്ചുറോപ്പതി. What is the another name for naturopathy medicine? Naturopathy medicine വേറെ പേര്, another term. Okay, nature cure, mind cure, spirit cure, body cure. ഇത് പറഞ്ഞേക്കുന്നത് നേച്ചർ ക്യൂർ ആണ് നേച്ചുറോപ്പതി. അത് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇതാണ് മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ. What is the another name for naturopathy medicine? Nature cure. Nature cure. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. What is the principal belief of naturopathy? Naturopathyയുടെ ബിലീഫ് എന്താണ്? പ്രിൻസിപ്പൽ ബിലീഫ് of naturopathy. Okay, using scientific drugs to aid the body. Principle ആണ്. Using scientific drugs to aid the body. Option B. Helping the body to heal itself using a force of nature. Helping the body to heal itself using the force of nature. Relying solely on surgical inventories, balancing the four humors of the body. അവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലേ. എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? Alternative medicine that work in helping the body to heal itself using the force of nature. നേച്ചറിന്റെ ശക്തി കൊണ്ട് അല്ലെ ബോഡി സ്വന്തമായിട്ട് ഹീൽ ചെയ്യും. അതാണ് നേച്ചുറോപ്പതിയിൽ പറയുന്നത്. ഇവിടെ നോക്കിയേ. How many primordial agents of nature does naturopathy use? എത്ര primordial agents എന്നാ പറഞ്ഞേക്കുന്നേ? 5 അല്ലേ. ഏതൊക്കെയായിരുന്നു? എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഇതർ. 5 primordial agents. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is one of the 5 primordial agents of nature in naturopathy? Naturopathyയിലെ 5 primordial agents ഉള്ളിൽ വരുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? മെഞ്ചൽ. രണ്ടാമത്തെയാണ് വുഡ്. ഓപ്ഷൻസ് നോക്കിയാൽ നിങ്ങള് മെഞ്ചൽ, വുഡ്. ഓപ്ഷൻ സിയില് എർത്ത്, ഓപ്ഷൻ ഡിയില് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്നാണ് ഓപ്ഷൻ ഡി കൊടുത്തേക്കുന്നത് അവിടെ. ഏതാണ്? എർത്ത്. അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം. എർത്ത്, വാട്ടർ, ഫയർ, എയർ, എതർ. സെന്റൻസ് തന്നെ ക്വസ്റ്റ്യൻ ആട്ടോ. The Unani system of medicine is described as a great healing art and a dash. Philosophy, religion, science, none of the above. സെന്റൻസ് തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. As well as a science. ഒന്നാമത്തെ സെന്റൻസ് കണ്ടില്ലേ നിങ്ങള്? ഇവിടെ അതിലുണ്ടോ? ടെക്സ്റ്റ് ഉണ്ടോ അതില്? ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഞാനത് ഓർഡർ അനുസരിച്ച് തന്നെ ചോദിക്കുന്നത്. ഉണ്ടല്ലേ? അതാ സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് അങ്ങനെ തന്നെ കൊടുത്തേക്കണേ. The Unani system of medicine is described as a great healing art and a dash. That's science. Okay. How does a Unani system treat a person? എങ്ങനെയാണ് യുനാനി സിസ്റ്റം പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്? ട്രീറ്റിംഗ് എങ്ങനെയാ? ഒന്നാമത്തെ ഓപ്ഷൻ എയില് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്സ്. രണ്ടാമത്തെ ബൈ ഫോക്കസിംഗ് only on physical symptoms. ഫിസിക്കൽ സിംറ്റംസിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ.
as whole, body, mind and soul. Individual part. നോക്കി അതിന്റെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഓപ്ഷൻ താഴെ ഉണ്ട് നോക്കിയേ. As a whole, body, mind and soul. Treating the body, mind and soul. അങ്ങനെയല്ലേ? ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ എല്ലാത്തിനെയല്ലേ ഏം ചെയ്തേക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്നു. അതാണ് യുനാനി. ഓപ്ഷൻ സി ആണ് കേട്ടോ. അങ്ങനെ ക്ലിയർ ആയിട്ട് തന്നെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ. By addressing only the mind, മൈൻഡിനെ മാത്രം അഡ്രസ് ചെയ്യുന്നു. അതാണ് ഓപ്ഷൻ സിയിലെ പ്രത്യേകത. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആണ്. ഹ്യൂമേഴ്സിന്റെ കാര്യം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ ഇവരോട് ചോദിച്ചേക്കുന്നത് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫോർ ഹ്യൂമേഴ്സ്. ഫോർ ഹ്യൂമേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫോർ ഹ്യൂമേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? അല്ല സോറി, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെന്നാണ് ചോദിച്ചത്. വിച്ച് വൺ ഓഫ് ദ which are the following is one of the four humors എന്നാ ചോദിച്ചത്. ഫോർ ഹ്യൂമേഴ്സിൽ ഓർമ്മ ഏതാണ്? ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നോക്കിയോ, വാട്ടർ, ഓപ്ഷൻ എയില് വാട്ടർ, ഓപ്ഷൻ ബിയില് ബ്ലഡ്, ഓപ്ഷൻ സിയില് എയർ, ഓപ്ഷൻ ഡിയില് ഫയർ. ഏതാ? ഏതൊക്കെയാ ഫോർ ഹ്യൂമേഴ്സ്? ബ്ലഡ് ആണല്ലേ അല്ലെ. ബ്ലഡ് വൈല് ബ്ലാക്ക് വൈല്, അതാണ് 4 ഹ്യൂമേഴ്സ് പറയുന്നത്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ് അവിടെ ചോദിച്ചത്. ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു: വാട്ടർ, ബ്ലഡ്, എയർ, ഫയർ. അതാണ് ബ്ലഡ് ആണ് കറക്റ്റ് ആൻസർ. Where did the Siddha system of medicine originate? Where did the Siddha system of medicine originate? ഇവിടെ originate ചെയ്തേക്കുന്ന സിദ്ധ സിസ്റ്റം. നോർത്ത് ഇന്ത്യ, ഓപ്ഷൻ ബിയില് ഈസ്റ്റ് ഇന്ത്യ, ഓപ്ഷൻ സിയില് വെസ്റ്റ് ഇന്ത്യ, ഓപ്ഷൻ ഡിയില് സൗത്ത് ഇന്ത്യ. ഇവിടെയാ സൗത്ത് ഇന്ത്യ. ഓപ്ഷൻ ഡി. നേരെ ഫസ്റ്റ് സെന്റൻസ് കിടക്കണ്ട അവിടെ. Siddha medicine, a traditional system of healing art that originated in South India. ഇന്ത്യയിലാണ് originate ചെയ്തത്. അടുത്ത നോക്കിയേ, സെന്റൻസ് അത് തന്നെയാണ്. The Siddha system is considered to be one of Indian's dark system of medicine. Newest system, oldest system, most popular system, linked to known. Option B ആണല്ലേ oldest system പറഞ്ഞിരിക്കുന്നത്. One of the India's oldest system in medicine. ആ സെന്റൻസ് അതുപോലെ തന്നെ ടെക്സ്റ്റ് കിടക്കുന്നുണ്ട്. ഇത് പിന്നെ അധികമില്ല അല്ലെ, 2 or 3 വരെയൊക്കെ ഉള്ളൂ. അതിന് എല്ലാത്തിനും ഓരോ 1 വേർഡ് നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് അടുത്ത സെന്റൻസ് അടുത്ത ചോദിച്ചത് നോക്കിയേ. The Siddha system is based on a combination of ancient medical practices and dash. Ancient medical practices and dash. Modern surgical technique. Option A യിലാട്ടോ. Modern surgical technique. Spiritual disciplines, alchemy and mysticism. Conventional. Say option B ആണ് അല്ലെ. ആ സെന്റൻസ് അത് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹോമിയോപ്പതി എന്നുള്ളതാട്ടോ. Homeopathy is a medical system based on the belief that dash body can cure itself. Surgery is always the first option. And options okay. Then strong medication is necessary for healing. Option D, symptoms should be suppressed. Option A, homeopathy based on the belief that the vishwasana body can cure itself. Body സ്വയം cure ആവും അല്ലെ. രോഗശമനം വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത് നോക്കി ഇവിടെ ചോദിച്ചേക്കുന്നത്. What are the natural substance used in homeopathy derived from? ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന നാച്ചുറൽ സബ്സ്റ്റൻസ് ഏതാണ് കേട്ടോ? Only plants.
പ്ലാന്റ്സ് മാത്രം. only minerals മാത്രം. see plants and minerals, plants ഉം minerals ഉം. then the option D is synthetic chemicals. രണ്ടും ഉണ്ടല്ലേ, plants and minerals ഉണ്ട്. tiny amounts of natural substance like plants and minerals. plants മാത്രമല്ല, minerals മാത്രമല്ല, plants ഉം minerals ഉം ഉണ്ട്. plants ഏതാണ്? ഓപ്ഷൻ സി ആണ്, plants and minerals. ഇവിടെ ഒരു ലാസ്റ്റത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. when was homeopathy developed? when was homeopathy developed? in the early 1900s, in the late 1700s, in the ancient time, in the 21st century. ഓപ്ഷൻ ബി അല്ലേ, in the late 1700. അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണെന്ന് ചോദിച്ചേക്കണേ, in which country? ഏത് കൺട്രിയിലായിരുന്നു? 1700s in എവിടെയാ? ജർമ്മനി. ആ സെന്റൻസ് അത് തന്നെ. തിരിച്ചു ചോദിച്ചേക്കാം അവിടെ. The Hippocratic theory of four humors is the basis for which system? The Hippocratic theory of four humors is the basis for which system? ഏത് സിസ്റ്റത്തിന്റെ? ആയുർവേദ സിസ്റ്റത്തിന്റെ, സിദ്ധയുടെ, ഹോമിയോപ്പതിയുടെ, യുനാനിയുടെ. Hippocratic theory ഏതാ? യുനാനി. വീണ്ടും തിരിച്ചു ക്വസ്റ്റ്യൻസ്. which system treat the body, mind and soul? which system? body, mind and soul. ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന യുനാനി, അലോപ്പതി, ഹോമിയോപ്പതി, മോഡേൺ മെഡിസിൻ. നമ്മൾ പറഞ്ഞില്ലേ ഏതിലാ? യുനാനിയില് ബോഡി, മൈൻഡ് ആൻഡ് സോൾ. ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. which theory is described as pseudo scientific? which theory is, which system theory? which system theory is described as pseudo scientific? ഏതാണ്? അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി, സിദ്ധ. ആയുർവേദ. ആയുർവേദയാണ്, നമ്മൾ അത് വായിച്ചതാണ് സ്യൂഡോ സയന്റിഫിക് എന്ന് പറയുന്നത്. nature cure, the concept of nature cure is the another name for ഇതിന്റെ nature cure എന്ന് പറയുന്നത്. ഇതിന്റെ another name ആണ് യോഗ and naturopathy, homeopathy, ആയുർവേദ, യുനാനി. തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അക്രഡിറ്റേഷന്റെ സാമ്പിൾ ചാപ്റ്റർ ലാസ്റ്റ് സെക്ഷനാണ്. അതിനകത്ത് ഞാൻ പിന്നെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ, നാബിന്റെ ആ ഒരു സെക്ഷൻ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്.
അതിനകത്ത് നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതൊക്കെ അപ്ലൈ ചെയ്തിട്ടതൊക്കെ തന്നെ നിങ്ങൾ നോക്കാം. അത് തിരിച്ചും മറിച്ചും ചോദിക്കാം. ഇപ്പൊ എക്സാം അറിയാമോ? ഇപ്പൊ അത് വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്തതില്ല. പിന്നെ നിങ്ങളത് നോക്കി അവിടെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് അതിന്റെ അബ്രിവേറ്റഡ് ഫോം ആട്ടോ. അബ്രിവേറ്റഡ് ഫോം ചോദിക്കുക. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അബ്രിവേറ്റഡ് ആണ്. അതിന്റെ അബ്രിവേറ്റഡ് ഫോം NABH, NAFH, NACH, none of the above. അറിയാലോ, അത് നേരെ എഴുതിയാൽ മതി. NAB, നാഷണൽ അക്രഡിറ്റേഷൻ, NAB ആണ്, NABH ആണ് കേട്ടോ. NAB standards have been accredited by dash. NABിന്റെ മാനദണ്ഡങ്ങൾ അക്രഡിറ്റ് ചെയ്യുന്നത് ആരാ? JCI, IS2UA, National Committee for Quality Assurance. അതാണ് NABിന്റെ സ്റ്റാൻഡേർഡുകൾ അക്രഡിറ്റ് ചെയ്യുന്നത് IS2UA. പിന്നെ JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ നാബൽ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത് 2006. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡുകൾ ഇത് നിങ്ങൾ 10 എണ്ണം, ആദ്യത്തെ 5 അടുത്ത 5 എണ്ണം അങ്ങനെ വെച്ചിട്ട് പേഷ്യൻസിന്റെ സ്റ്റാൻഡേർഡും ഇതൊക്കെ നോക്കുക കേട്ടോ. അതിനകത്ത് അതിന്റെ ഈ പറഞ്ഞ പോലെ അവിടെ നമുക്ക് എക്സ്പാൻഡഡ് ഫോം ആയിട്ട് നമുക്ക് ചോദിക്കാം. അതിനകത്ത് പറഞ്ഞല്ലോ 10 ഇത് പറഞ്ഞത് ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡും പിന്നെ അടുത്ത 5 എണ്ണം ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സും ആണ്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും നമുക്ക് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതിനകത്ത് പിന്നെ വരുന്നത് ഓരോന്നും 10 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പിന്നെ പറഞ്ഞത്. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വഴി അത് നമ്മൾ ടിക്കറ്റ് വെച്ചില്ലേ, അത് തന്നെ നിങ്ങളൊന്നും അത് തന്നെ പഠിച്ചാൽ മതി. നമ്മൾ ആ ഇമ്പോർട്ടന്റ് പറഞ്ഞേക്കുന്നത് അത് നമുക്കറിയാലോ. ഇത് അങ്ങനെ തന്നെ വന്നിട്ട് ഏതാണെന്നുള്ളത് പറയും. നമുക്ക് നമ്മൾ 2 രീതിയിലും നമ്മൾ എഴുതിയിട്ടുണ്ട്, തിരിച്ചു മറിച്ചു എഴുതിയിട്ടുണ്ട്. പിന്നെ അതിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഡാഷ് ഇൻക്ലൂഡ് ദ ഓർഗനൈസേഷൻ ടേക്ക് ആക്ഷൻ ടു പ്രിവെന്റ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻ ഇൻഫെക്ഷൻ ഇൻ പേഷ്യന്റ് ഇൻ ദ നാബ് സ്റ്റാൻഡേർഡ്. എന്നിട്ട് അതിനകത്ത് HIC5, HIC7, HIC6, HIC8 അങ്ങനെയും തരാം. അതിനകത്ത് കറക്റ്റ് HIC5 ആണ്. അപ്പൊ ആ രീതിയിൽ, അതായത് അതിന്റെ ഏതാണെന്നുള്ളത് AC1 ആണോ AC2 ആണോ അങ്ങനെ ആ രീതിയിൽ വരാം. അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും ഇൻ ദ നാബ് സ്റ്റാൻഡേർഡ് AC1 റെപ്രസെന്റ് ഡാഷ് അങ്ങനെയും ചോദിക്കാം. അത് ഫുള്ളും ആ 2 രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇമ്പോർട്ടന്റുകൾ മാത്രം നോക്കി വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കാം. ഈ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഇതിലിപ്പോ ഓരോന്ന് ഞാൻ അങ്ങ് പറയുള്ളൂ. അപ്പൊ നമ്മള് മോക്ക് ടെസ്റ്റില് ഓരോന്നും ഓരോ ദിവസവും നമ്മൾ എഴുതിയതാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ ഇമ്പോർട്ടന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ അതിനകത്ത് പഠിച്ചാൽ മതി. പിന്നെ അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 6ാമത്തെ യൂണിറ്റ് നോക്കാം കേട്ടോ. 2 ചാപ്റ്റർ അല്ലേ നമ്മൾ 6th മൊഡ്യൂളിൽ എടുത്തത്? 2 ചാപ്റ്റർ. ആ 2 ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് റിവിഷൻ ആയിട്ട് നോക്കി വെക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വായിച്ചിട്ട് വന്നത് നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓൾമോസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നോക്കി പോകാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാതെ ബാക്കിയുണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.